കാസർഗോഡ് ചെർക്കളയിൽ വ്യാജ ചികിത്സയും ആഭിചാരക്രിയയും നടത്തിവന്ന ചെർക്കള സ്വദേശി ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസിയുടെ വീട്ടിൽ ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും മിന്നൽ റെയ്ഡ്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച നേരിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. കാസർഗോഡ് ചെർക്കളയിൽ വ്യാജ ചികിത്സയും ആഭിചാരക്രിയയും നടത്തുന്നുവെന്ന പരാതിയിലാണ് ആരോഗ്യവകുപ്പും പോലീസും സംയുക്തമായി മിന്നൽ പരിശോധന നടത്തിയത്. ചെർക്കള സ്വദേശിയായ ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസിയുടെ വീട്ടിലായിരുന്നു റെയ്ഡ്. പലവിധ രോഗങ്ങളുമായി എത്തുന്നവർക്ക് വ്യാജ ചികിത്സ നൽകിയും ആഭിചാരക്രിയകൾ നടത്തിയും ഇയാൾ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ഉയർന്നുവെന്ന പരാതി. മുഖ്യമന്ത്രി VD സതീശന് നേരിട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ചികിത്സയ്ക്കായുള്ള യാതൊരുവിധ ആരോഗ്യവകുപ്പ് സർട്ടിഫിക്കറ്റുകളും ഇല്ലാതെയാണ് ഇയാൾ വർഷങ്ങളായി ഈ കേന്ദ്രം നടത്തി വന്നിരുന്നത്. പരിശോധനയിൽ മരുന്നുകളും കുറച്ച് ബോട്ടിലുകളും കാല് മസാജിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെത്തിയതായി SI അനൂപ് അറിയിച്ചു. കുറച്ച് മരുന്നുകൾ മാത്രം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കിനി ചെക്ക് ചെയ്യണം. അതിനകത്ത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആഡിങ്സ് ഉണ്ടോ ഇല്ലെന്ന കാര്യങ്ങൾ അത് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് അറിയിക്കും. പിന്നെ ഒരുപാട് കുപ്പികൾ മരുന്നുകൾ കൊടുക്കുന്നതിനും വെള്ളം മന്ത്രിച്ച് കൊടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരുപാട് ബോട്ടിലുകൾ ശേഖരം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ തേന് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് തേനെന്ന് പറയുന്ന കുപ്പികളിൽ ഉണ്ട്. ഇനി അതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ പുറമേ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇയാൾ മന്ത്രം മോദി മുട്ടയൊക്കെ ഓതി കൊടുക്കുന്നുണ്ടെന്ന് ആളിപ്പോൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള മുട്ടകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്കി നമുക്കിനി ഇവിടുന്ന് ഇയാൾ മാറ്റിയിട്ടുണ്ടോ, വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടോ, മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. നിലവിൽ യാതൊരു തരത്തിലുള്ള മരുന്നുകൾ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ഈ കുപ്പികൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ 1-2 ഇൻസ്ട്രുമെൻറ്റുകൾ, കാല് മസാജ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സീസ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി നോക്കിയിട്ട് ചെയ്യും. ഈ ചികിത്സയ്ക്കൊന്നും ലൈസൻസ് ഇല്ലല്ലോ? ഒരു തരത്തിലുള്ള ലൈസൻസുകളും ഇല്ല. മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച ഒരു ലൈസൻസുകളും ആൾക്കില്ല. ആൾ വ്യാജമായിട്ട് തന്നെയാണ് ഇവിടെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ആയതിനുള്ള തെളിവുകളാണ് നമുക്കിനി വേണ്ടത്. പുള്ളി സമ്മതിക്കുന്നുണ്ടല്ലേ? പുള്ളി സമ്മതിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, അവർക്ക് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിന് കണക്ട് ചെയ്യാനായിട്ടുള്ള തെളിവുകളാണ് വേണ്ടത്. പരിശോധന 3 മണിക്കൂറോളം നീണ്ടുനിന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. News 40 ലൈവ്, കാസർഗോഡ്.